പ്രിയപ്പെട്ടവരെ, ലോകം മുഴുവൻ ഈ ദിവസങ്ങളിൽ വലിയ ഒരു തിരുനാളിന് വേണ്ടി ഒരുങ്ങി പ്രാർത്ഥിക്കുകയാണ്. ഏത് തിരുനാളിനാണ് പറഞ്ഞേ? പന്തക്കുസ്ത തിരുനാളിന് വേണ്ടി ലോകം മുഴുവൻ ഒരുങ്ങി പ്രാർത്ഥിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ഒരുങ്ങുന്നുണ്ടോ? എങ്ങനെയാണ് ഒരുങ്ങുന്നത്? എങ്ങനെയാ ഒരുങ്ങുന്നേ? ഈ ദിവസങ്ങളിൽ അതിശക്തമായി പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കണം. മെയ് മാസം 19-ാം തീയതി പന്തക്കുസ്ത തിരുനാളാണ്. ആ തിരുനാളിന് വേണ്ടി ലോകം മുഴുവൻ ദൈവജനത പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപയ്ക്ക് വേണ്ടി വ്യത്യസ്ത രീതികളിൽ ഒരുങ്ങി പ്രാർത്ഥിക്കുമ്പോൾ ഈ പോട്ട ആശ്രമത്തിലെ ദൈവജന കൂട്ടായ്മയും ഈ പരിശുദ്ധാത്മാ അഭിഷേകത്തിന് വേണ്ടി ശക്തമായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആദിമ ക്രൈസ്തവ ജനതയിൽ പന്തക്കുസ്ത ദിനത്തിൽ സംഭവിച്ച കാര്യം, അവരുടെ സ്വഭാവങ്ങൾ മാറി, അവരുടെ ജീവിതത്തിൻ്റെ ഗതി അടി മുതൽ മുടി വരെ മൊത്തം മാറി. അവരുടെ ജീവിതത്തിൽ ഒരു പുതിയ അഭിഷേകം നിറഞ്ഞു. ഇതേ അഭിഷേകം നമ്മിൽ എല്ലാവരിലും നിറയപ്പെടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പന്തക്കുസ്ത എനിക്ക് ഒരു പുതിയ അനുഭവമാവണം എന്നാഗ്രഹമുള്ളവര് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചേ. ഈ പന്തക്കുസ്ത എനിക്ക് പുതിയ ഒരു അനുഭവമാവണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഒച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരും പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ പരിശുദ്ധാത്മാവ് നിറയുന്ന അനുഭവം. എങ്ങനെ? പരിശുദ്ധാത്മാവ് നിറയുന്ന അനുഭവം. പ്രത്യേകിച്ച് പുതിയ നിയമത്തിലൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഓരോ വ്യക്തിയെയും കുറിച്ച് പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, സക്കറിയായിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞിരുന്നു, എലിസബത്തിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞിരുന്നു, അല്ലേ? സ്നാപക യോഹന്നാനിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞിരുന്നു, പരിശുദ്ധ അമ്മയിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞിരുന്നു, ജോസഫിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞിരുന്നു. ഈശോ തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത് ലൂക്കാസ് വിശേഷം 4-ാം അധ്യായം 18-ാം തിരുവചനം, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് നിറയുന്ന ഒരനുഭവം. വലതു ഇടത് നിൽക്കുന്നവർക്ക് കൈ കൊടുത്തോണ്ട് പറഞ്ഞേ പരിശുദ്ധാത്മാവ് നിറയട്ടെ. പറഞ്ഞു കൊടുത്തേ. പരിശുദ്ധാത്മാവ് നിറയട്ടെ. ഓൺലൈനിലൊക്കെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവര് നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരോട് പറയുക പരിശുദ്ധാത്മാവ് നിറയട്ടെ. ഇതൊരു ആശംസയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പരിശുദ്ധാത്മാവിന്റെ നിറവിനെ കുറിച്ച് എസക്കിയേലിന്റെ പ്രവചനത്തിൽ പഠിപ്പിക്കുന്ന ഒരു കാര്യം നമ്മളൊന്ന് വായിച്ചുകൊണ്ട് നമ്മുടെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. ബൈബിൾ ഉള്ളവര് എടുത്തങ്ങോട്ട് വായിച്ചോ, നിന്നോണ്ട് തന്നെ വായിച്ചോ. ഓൺലൈൻ ശുശ്രൂഷയിലൊക്കെ പങ്കെടുക്കുന്നവരെടുക്കാം. ബുക്ക് ഓഫ് എസക്കിയേൽ, എസക്കിയേലിന്റെ പ്രവചനം 47-ാം അധ്യായം 1 മുതലുള്ള വചനം. എസക്കിയേലിന്റെ പ്രവചനം 47-ാം അധ്യായം, ബുക്ക് ഓഫ് എസക്കിയേൽ ചാപ്റ്റർ 47 വേഴ്സ് 1 ഓൺവേഴ്സ്. അതിന്റെ ഹെഡിങ് തന്നെ ഇങ്ങനെയാണ്: ദേവാലയത്തിൽ നിന്നും നീർച്ചാൽ. ദേവാലയത്തിൽ നിന്നും നീർച്ചാൽ. പറഞ്ഞേ, ദേവാലയത്തിൽ നിന്നും നീർച്ചാൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വചനം ഇങ്ങനെയാണ്, ഞാനൊന്ന് വായിക്കാം. വിശുദ്ധ ഗ്രന്ഥം ഇല്ലാത്തവര് ശ്രദ്ധിച്ച് കേട്ടോണം. പിന്നെ അവൻ എന്നെ ദേവാലയ വാതിൽക്കലേക്ക് തിരികെ കൊണ്ടുവന്നു. ദേവാലയ പൂമുഖത്തിന്റെ അടിയിൽ നിന്ന് കിഴക്കോട്ട് വെള്ളം ഒഴുകുന്നു. ദേവാലയത്തിന്റെ ദർശനം കിഴക്കോട്ടാണ്. ദേവാലയ പൂമുഖത്തിന്റെ വലതുഭാഗത്ത് ബലിപീഠത്തിന്റെ തെക്കുവശത്ത് അടിയിൽ നിന്നും വെള്ളം ഒഴുകിക്കൊണ്ടിരുന്നു. പിന്നെ അവൻ എന്നെ പടിപ്പുരയിലൂടെ പുറത്തേക്ക് കൊണ്ടുവരികയും കിഴക്കേ പടിപ്പുരയിലേക്ക് പുറത്തുകൂടെ നയിക്കുകയും ചെയ്തു. വെള്ളം തെക്കുവശത്തുകൂടെ ഒഴുകിയിരുന്നു. കയ്യിൽ ചരടുമായി അവൻ കിഴക്കോട്ട് നടന്ന് 1000 മുഴം അളന്നു. എന്നിട്ട് വെള്ളത്തിലൂടെ എന്നെ നയിച്ചു. അവിടെ കണങ്കാൽ വരെ വെള്ളമുണ്ടായിരുന്നു. പിന്നെയും അവൻ 1000 മുഴം അളന്ന് എന്നെ വെള്ളത്തിലൂടെ നയിച്ചു. അവിടെ മുട്ടോളം വെള്ളമുണ്ടായിരുന്നു. വീണ്ടും അവൻ 1000 മുഴം അളന്ന് എന്നെ വെള്ളത്തിലൂടെ നയിച്ചു. അവിടെ അരയ്ക്കൊപ്പം വെള്ളമുണ്ടായിരുന്നു. പിന്നെയും അവൻ 1000 മുഴം അളന്നു. എനിക്ക് കടന്നു പോകാൻ പറ്റാത്ത ഒരു നദിയായിരുന്നു അത്. വെള്ളം അത്രയ്ക്ക് ഉയർന്നിരുന്നു. നീന്താൻ വേണ്ടുന്ന ആഴമുണ്ടായിരുന്നു അതിന്. നടന്ന് അക്കരെ പറ്റാൻ വയ്യാത്ത ഒരു നദി.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പൊ എസെക്കിയേലിന്റെ പ്രവചനത്തിൽ ഒരു നദിയെ കുറിച്ച് പറയാണ്. ഈ നദിയുടെ പ്രത്യേകത എന്താ ഈ നദി? എന്താ ഈ നദി? പറഞ്ഞേ. പരിശുദ്ധാത്മാവാണ് ഈ നദി. പറഞ്ഞേ. പരിശുദ്ധാത്മാവാകുന്ന നദി. ഒച്ചത്തി പറഞ്ഞേ. പരിശുദ്ധാത്മാവാകുന്ന നദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ എങ്ങനെയാ പാടുന്നത്? മുട്ടോളമല്ല, അരയോളം പോരാ, വലിയൊരു നദി. എസെക്കിയേലിന്റെ പ്രവചനത്തിൽ പറഞ്ഞത് ഈ കാലഘട്ടത്തിൽ സംഭവിക്കാൻ പോവാണ്. ഒന്ന് കയ്യടി ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. നല്ല കയ്യടി കൊടുത്ത പോരാ, നല്ല വെടിക്കെട്ട് കയ്യടി. ഹല്ലേലൂയ. ഇപ്പൊ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരിലും ഈ പരിശുദ്ധാത്മാവിന്റെ അതേ അഭിഷേകം. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത ഒരു നദി. പ്രിയപ്പെട്ടവരെ, എസെക്കിയേലിന്റെ പ്രവചനത്തിലെ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവാണ്. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചേ. കർത്താവേ, ഈ സമയം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത ഈ നദിയിലൂടെ എന്നെ നടത്തണമേ. മുട്ടോളം പോര കർത്താവേ, നദിയിലൂടെ, ഈ പരിശുദ്ധാത്മാവുന്ന നദിയിലൂടെ എന്നെ നടത്തണമേ. രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ച് ആഗ്രഹിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. മുട്ടോളമല്ല കർത്താവേ, മുട്ടോളമല്ല, അരയോളം പോരാ, വലിയൊരു ജീവ നദിയൊഴുക. ചേർന്ന് പാടിക്കേ. മുട്ടോളമല്ല, ഒരിക്കൽ കൂടെ ചേർന്ന് പാടിക്കേ. മുട്ടോളമല്ല, അരയോളം പോരാ, വലിയൊരു ജീവ നദിയൊഴുക. എല്ലാവരും. മുട്ടോളമല്ല, അരയോളം പോരാ, വലിയൊരു ജീവ നദിയൊഴുക. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവ ഇന്ന് തുറക്കുനാഥ. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവ ഇന്ന് തുറക്കുനാഥ. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവ ഇന്ന് തുറക്കുനാഥ. പഠിക്കേ. പന്തക്കുസ്താനാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽക. പന്തക്കുസ്താനാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽക. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും സ്വസ്ഥമായിട്ടിരുന്നേ. പ്രിയപ്പെട്ടവരെ, ഈ വചനങ്ങളുടെ അഭിഷേകം ഈ ശുശ്രൂഷ സമയത്ത് സംഭവിക്കാൻ പോവാം കേട്ടോ. അതുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ദൈവജനം വളരെ ശ്രദ്ധിച്ച് പ്രാർത്ഥനയോടെ ശ്രദ്ധയോടെ വേണം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ. നമ്മൾ മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോകാതെ ഒരു അല്പസമയം ഏകാഗ്രതയോടുകൂടി വചനം പഠിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാണ്. സാധിക്കുന്നവരൊക്കെ വിശുദ്ധ ഗ്രന്ഥം ഉണ്ടെങ്കിൽ എടുക്കണം. ഓൺലൈനിലൊക്കെ പങ്കെടുക്കുന്നവർ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ബൈബിളൊക്കെ എടുത്ത്, ഒരുപക്ഷെ മൊബൈൽ ഫോണിൽ ബൈബിളൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് ബൈബിളൊക്കെ എടുത്ത് വചനം പഠിച്ച് പ്രാർത്ഥിക്കാൻ പോവാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പന്തക്കുസ്ത നാളിൽ അന്ന് ദൈവജനത്തിന്റെ മേൽ പെയ്തിറങ്ങിയ അതേ അനുഭവം എസെക്കിയേലിന്റെ പ്രവചനത്തില് നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത ആ നീരുറവ, ഈ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു വേണം ഇവിടെ ഇരിക്കാൻ. അപ്പൊ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ എങ്ങനെ ഇരിക്കണമെന്നറിയോ? പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ എന്ന് പറഞ്ഞുകൊണ്ട് വേണം ഇരിക്കാൻ. ഒന്ന് പറഞ്ഞേ. അത് കൃത്യമായിട്ട് പറയണം കേട്ടോ. ഇവിടെ ഇരുന്ന് ഈ ശുശ്രൂഷ പങ്കെടുക്കുമ്പോൾ ഒരുപക്ഷെ പലരും കടന്നു വന്നവരുകൊണ്ടിരിക്കുന്നുണ്ട്. അവരൊക്കെ ഇരിക്കുന്നവരെന്ത് ചെയ്യണം? മറ്റൊന്നും ചിന്തിക്കല്ല. ഒരല്പസമയത്തേക്ക് പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഉള്ളിൻ്റെ ഉള്ളിൽ ഈ പരിശുദ്ധാത്മാവിനോട് ദാഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഓരോരുത്തരോട് സംസാരിക്കും. ഓരോരുത്തരോട് സംസാരിക്കും. ഇപ്പം ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഓരോ നിയോഗം, ഓരോ ഭാരം, ഓരോ ആഗ്രഹത്തോടു കൂടിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും പരിശുദ്ധാത്മാവ് സംസാരിക്കും. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളിൽ പരിശുദ്ധാത്മാവ് ഇടപെടും. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നത് ഈ പന്തക്കുസ്തായ്ക്ക് വേണ്ടി എങ്ങനെയാണ് ഞാൻ ഒരുങ്ങേണ്ടത്. ഈ പന്തക്കുസ്ത അനുഭവം നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവ. പന്തക്കുസ്ത നാളിൽ കൊടുങ്കാറ്റായി തീമഴയായി പെയ്തിറങ്ങിയ അതേ അനുഭവം എനിക്കെങ്ങനെ ലഭിക്കും? നമ്മൾ അതിനു വേണ്ടി എങ്ങനെയാണ് ഒരുങ്ങേണ്ടത്? പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 നമ്മളിപ്പോഴത് പഠിക്കുമ്പോഴത്തേക്ക് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ വചനത്തിന്റെ വെളിച്ചത്തിൽ ചില സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി 1 2 3 4 അങ്ങനെ ചില കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് എഴുതിയൊക്കെ എടുക്കാൻ പറ്റുന്നവരെ എഴുതിയൊക്കെ എടുത്ത് പഠിച്ചുകൊള്ളണം. ഹല്ലേലൂയ. 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 അപ്പൊ ഒന്നാമത്തെ കാര്യം, ഈ പന്തക്കുസ്ത അനുഭവത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ചെയ്യേണ്ട ഒരു ഒന്നാമത്തെ കാര്യം, ലൂക്കാസ് വിശേഷം 11-ാം അധ്യായം 9-ാം വചനം വായിക്കണം. ഒന്നെടുത്തേ വായിച്ചേ. ലൂക്കാസ് വിശേഷം, സെന്റ് ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 11. ഞാൻ നിങ്ങളോട് ലൂക്കാസ് വിശേഷം 11-ാം അധ്യായം 9-ാം വചനം വായിച്ചേ. ഞാൻ നിങ്ങളോട് പറയുന്നു, ആ ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. യെസ്, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും. അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും. മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. ഒന്നും കൂടെ വായിച്ചാലോ? വചനങ്ങൾ ഒന്നും കൂടെ വായിച്ചേ. ശ്രദ്ധിച്ചു വായിച്ച. പരിചയമുള്ള വചനാണ്, പക്ഷെ ഈ വിഷയം പഠിക്കുമ്പോൾ ഈ വചനത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ഒന്ന് വായിച്ചേ, ഒന്നും കൂടെ വായിച്ചേ. ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങളോട് പറയുന്നു, ചോദിക്കുവിൻ ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾക്ക് ലഭിക്കും. അന്വേഷിക്കുവിൻ അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും. നിങ്ങൾ കണ്ടെത്തും. മുട്ടുവിൻ മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. നിങ്ങൾക്ക് തുറന്നു കിട്ടും. ഹല്ലേലൂയ. 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 3 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം ചോദിക്കുവിൻ. പറഞ്ഞേ. ചോദിച്ചാൽ എന്ത് കിട്ടും? ചോദിക്കുവിൻ, ചോദിച്ചാൽ കിട്ടും, അല്ലേ? രണ്ടാമത്തെ എന്താ? അന്വേഷിക്കണം. 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 അന്വേഷിച്ചാൽ കണ്ടെത്തും. മൂന്നാമത്തത് മുട്ടണം. മുട്ടണം എങ്കിലേ തുറന്നു കിട്ടുകയുള്ളൂ. 3 കാര്യങ്ങൾ. ഒന്നാമത്തത് പറ. ചോദിക്കണം. ഒന്നാമത്തെ കാര്യം ചോദിക്കണം. ചോദിക്കണം. രണ്ടാമത്തെ കാര്യം അന്വേഷിക്കണം. മൂന്നാമത്തെ കാര്യം മുട്ടണം. ഒന്നും കൂടെ പറഞ്ഞ 3 കാര്യങ്ങൾ. 1 ചോദിക്കണം, 2 അന്വേഷിക്കണം, 3 മുട്ടണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്തിനു വേണ്ടി ചോദിക്കണം? എന്തിനു വേണ്ടി ചോദിക്കണം? എൻ്റെ അച്ഛാ, കാനഡയ്ക്ക് പോകാനുള്ള വിസയുടെ കാര്യത്തിന് വേണ്ടി ചോദിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. ILTC പരീക്ഷ പാസ്സാകാൻ വേണ്ടിയിട്ട് ചോദിക്കാൻ തുടങ്ങിയിട്ട് നാൾ കുറേയായി. വീട് പണി പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ചോദിക്കാൻ തുടങ്ങിയിട്ട് നാൾ കുറേയായി. എന്തിനു വേണ്ടി ചോദിക്കണം? പറ. ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. 11-ാം അധ്യായം 13-ാം തിരുവചനം. ലൂക്ക് ചാപ്റ്റർ 11 വേഴ്സ് 13. 13-ാം വചനം എന്താ എഴുതിയിരിക്കുന്നത്? വായിച്ചേ. മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായ നിങ്ങൾക്ക് അറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പൊ എന്തിനു വേണ്ടി ചോദിക്കണം? പറയൂ, ഒച്ചത്തിൽ പറ. പരിശുദ്ധാത്മാവിന് വേണ്ടി ചോദിക്കണം. എന്തിനു വേണ്ടി അന്വേഷിക്കണം? പറയ്. എന്തിനു വേണ്ടി മുട്ടണം? പരിശുദ്ധാത്മാവിന് വേണ്ടി. അപ്പോ ഈ പന്തക്കുസ്ത തിരുനാളിന് ഒരുങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം, നമ്മൾ ചോദിക്കണം, നമ്മൾ അന്വേഷിക്കണം, നമ്മൾ മുട്ടണം. എന്തിനു വേണ്ടി? പരിശുദ്ധാത്മാവിന് വേണ്ടി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതാണ് നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തി. 11-ാം അധ്യായത്തില് 5 മുതലുള്ള വചനത്തിന്റെ ഹെഡിങ് എന്താണ്? നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. മലയാളത്തിലാണെങ്കിൽ ഒരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. എന്താണ് ഹെഡിങ്? വായിച്ചേ. പ്രാർത്ഥനയുടെ ശക്തി. അതാണ് ഹെഡിങ്. പ്രാർത്ഥനയുടെ ശക്തി. അപ്പൊ ഈ ശക്തി വെളിപ്പെടുന്നത് പരിശുദ്ധാത്മാവിലാണ്. ചോദിക്കണം. ചോദിക്കാതെ കിട്ടുവോ? കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ, അല്ലേ എന്ന് പറയുന്നത് പോലെ ചോദിക്കണം.
അല്ലാതെ വെറുതെ പന്തക്കുസ്ത തിരുനാൾ വരുന്നുണ്ട്, ലോകമെമ്പാടും പ്രാർത്ഥിക്കുന്നുണ്ട്, അങ്ങനെ ഇരുന്നാൽ പോരാ. ഇതിനു വേണ്ടി ചോദിക്കണം, ഇതിനു വേണ്ടി നമ്മൾ മുട്ടണം, അന്വേഷിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ മലയാള ബൈബിളിൽ എഴുതിയിരിക്കുന്നത് ചോദിക്കുവിൻ എന്നാണ്. എന്നാൽ നമ്മൾ ഇതിൻ്റെ ഗ്രീക്ക് വേർഡ് എടുത്ത് പഠിക്കുമ്പോൾ എഴുതിയിരിക്കുന്നത് ചോദിച്ചുകൊണ്ടിരിക്കുക എന്നാണ്. ഗോയിങ് ഓൺ ആസ്കിങ്, ചോദിക്കുക എന്നല്ല, ചോദിച്ചുകൊണ്ടിരിക്കുക. പറഞ്ഞേ, ചോദിച്ചുകൊണ്ടിരിക്കുക. അന്വേഷിച്ചുകൊണ്ടിരിക്കുക. പറഞ്ഞേ, മുട്ടിക്കൊണ്ടിരിക്കുക. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. ചോദിച്ചു, പോട്ടാശ്രമത്തിൽ വന്നു പ്രാർത്ഥനയിൽ പങ്കെടുത്ത് ചോദിച്ചു, കിട്ടിയില്ല, പോയി. അങ്ങനെയല്ല, ചോദിച്ചുകൊണ്ടിരിക്കണം, അല്ലേ? അന്വേഷിച്ചുകൊണ്ടിരിക്കണം, മുട്ടിക്കൊണ്ടിരിക്കണം. ഹല്ലേലൂയ. കിട്ടുന്നത് വരെ, കിട്ടുന്നത് വരെ. എങ്ങനെ? കിട്ടുന്നത് വരെ ചോദിച്ചുകൊണ്ടേയിരിക്കണം. വലതും ഇടതും ഇരിക്കുന്ന ആളോട് പറഞ്ഞു കൊടുത്തേ, ചോദിച്ചുകൊണ്ടേയിരിക്കണം. പറഞ്ഞുകൊടു. ഓൺലൈനിലൊക്കെ ഇരിക്കുന്നവർ അടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പറ, ചോദിച്ചുകൊണ്ടിരിക്കണം. എന്തിനു വേണ്ടി? പരിശുദ്ധാത്മാവിന് വേണ്ടി. പരിശുദ്ധാത്മാവിന് വേണ്ടി ചോദിച്ചുകൊണ്ടേയിരിക്കണം, അന്വേഷിച്ചുകൊണ്ടേയിരിക്കണം, മുട്ടിക്കൊണ്ടേയിരിക്കണം. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഒത്തിരിയേറെ പ്രാർത്ഥനകൾ, ശുശ്രൂഷകളൊക്കെ ഓൺലൈനിലും മറ്റു മാധ്യമങ്ങളിലും കൂട്ടായ്മകളിലൊക്കെ നടക്കുന്നുണ്ട്. നിങ്ങൾ അറിയുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്താ ചെയ്യണ്ടേ? അങ്ങനെയുള്ള ശുശ്രൂഷകളിലൊക്കെ പങ്കെടുക്കണം. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ഗീതങ്ങൾ ഈ ദിവസങ്ങളിൽ പാടണം. നമ്മളൊക്കെ ഒത്തിരി പാട്ടൊക്കെ പാടുന്നവരും കേൾക്കുന്നവരുമാണ്. സാധിക്കുന്നവരെന്ത് ചെയ്യണം? ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ പാട്ടുകൾ കേൾക്കാൻ സമയം മാറ്റിവെക്കണം. ഇഷ്ടംപോലെ പാട്ടുകളുണ്ട് പരിശുദ്ധാത്മാവിനെ കുറിച്ച്. നമ്മൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ എന്ന് പാടിക്കൊണ്ടിരിക്കണം. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ കുറിച്ച് പറയുന്ന കാര്യം, അദ്ദേഹം മാർപ്പാപ്പയായിരുന്നപ്പോൾ കത്തോലിക്ക സഭയിൽ ഒത്തിരിയേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നൊരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിലും പ്രശ്നങ്ങളുണ്ട്, പ്രശ്നങ്ങൾക്ക് കുറവില്ല. എന്നാൽ അന്ന് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഈ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്തത് എങ്ങനെയെന്ന് ഒരിക്കൽ പത്രലേഖകൻ ചോദിച്ചപ്പോൾ ഈ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട്, കം ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് വരിക, പരിശുദ്ധാത്മാവ് വരിക, പരിശുദ്ധാത്മാവ് വരിക. 24 മണിക്കൂറും ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ നാവിൻ തുമ്പിൽ ഒരൊറ്റ പ്രാർത്ഥനയുള്ളൂ. ഏത് പ്രാർത്ഥന? പറഞ്ഞേ, ഒച്ചത്തി പറഞ്ഞേ. പരിശുദ്ധാത്മാവേ വരിക, പരിശുദ്ധാത്മാവേ വരിക. ഇതൊരു പ്രാർത്ഥനയാണ്. വളരെ സിമ്പിൾ പ്രാർത്ഥനയല്ലേ? ഇതിനു വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥനാ പുസ്തകം ഒന്നും തപ്പിപ്പോകണ്ട, കണ്ണാടി ഒന്നും എടുക്കണ്ട. മറിച്ച് എപ്പോഴും പ്രാർത്ഥിക്കാം, പരിശുദ്ധാത്മാവേ വരിക, പരിശുദ്ധാത്മാവ് വരിക, പരിശുദ്ധാത്മാവ് വരിക. കം ഹോളി സ്പിരിറ്റ്. ഈ ശുശ്രൂഷയിൽ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവര്, ഓൺലൈനൊക്കെ പങ്കെടുക്കുന്നവർ, ദൂരങ്ങളിലുള്ളവരുണ്ട്. നിങ്ങൾ എവിടെയാണെങ്കിലും ഈ ശുശ്രൂഷ സമയത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക, പരിശുദ്ധാത്മാവ് വരിക, കം ഹോളി സ്പിരിറ്റ്, കം ഹോളി സ്പിരിറ്റ്, കം ഹോളി സ്പിരിറ്റ്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് ആ വ്യക്തിയിൽ ഇടപെടാൻ തുടങ്ങും. വിശ്വാസമുള്ളവര് ഒച്ചത്തിലൊരു ഹല്ലേലൂയ പറഞ്ഞേ. അല്പം കൂടെ ഒച്ചത്തിൽ പറഞ്ഞേ. അല്പം കൂടെ ഒച്ചത്തിൽ പറഞ്ഞേ. അത് സംഭവിക്കും. അപ്പോൾ പന്തക്കുസ്ത തിരുനാളിന് വേണ്ടി ഒരുങ്ങുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം, ഈ പരിശുദ്ധാത്മാവിന് വേണ്ടി ചോദിച്ചുകൊണ്ടിരിക്കണം. കിട്ടുന്ന സാഹചര്യങ്ങളൊക്കെ ഉപയോഗിക്കണം. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിക്കാൻ കിട്ടുന്ന സാധ്യതകളൊക്കെ ഉപയോഗിക്കണം. വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെ മൊത്തം 73 പുസ്തകങ്ങളുണ്ട് ബൈബിളിൽ. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിന്റെ 1-ാം അധ്യായം 1-ാം തിരുവചനം തൊട്ട് എഴുതിയിരിക്കുന്നത് ആരെക്കുറിച്ചാണ്? പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. അതിങ്ങനെ എഴുതപ്പെട്ട് വെളിപാട് പുസ്തകം വരെ ആവർത്തിച്ച് എഴുതപ്പെട്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. അപ്പൊ കിട്ടുന്ന സമയങ്ങളിൽ വചനം വായിക്കുക, പരിശുദ്ധാത്മാവിനെ കുറിച്ചൊക്കെയുള്ള വചനങ്ങൾ എഴുതിയെടുത്ത് പഠിക്കണം, പരിശുദ്ധാത്മാവിന്റെ ഗീതങ്ങൾ പാടണം. പ്രത്യേകിച്ച് 10-ാം തീയതി മുതൽ
പന്തക്കുസ്തായ്ക്ക് വേണ്ടിയിട്ട് നൊവേന ആരംഭിക്കും. അപ്പൊ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവിന്റെ നൊവേന അത് കണ്ടെത്തിയത് വായിക്കണം, പ്രാർത്ഥിക്കണം, നിയോഗം വെച്ച് വീടുകളിൽ ചൊല്ലണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പരിശുദ്ധാത്മാവിന് വേണ്ടി ചോദിച്ചുകൊണ്ടേയിരിക്കണം. ഒരിക്കൽ കൂടെ അടുത്തിരിക്കുന്നവരോട് പറഞ്ഞു കൊടുത്തേ, പരിശുദ്ധാത്മാവിന് വേണ്ടി ചോദിച്ചുകൊണ്ടേയിരിക്കണം. ചോദിച്ച് ചോദിച്ച് ചോദിച്ചു പോകാന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? എന്ന പോലെ പരിശുദ്ധാത്മാവിന് വേണ്ടി ചോദിച്ചോണ്ടിരിക്കണം, അന്വേഷിച്ചോണ്ടിരിക്കണം. ഒരു ദിവസം അവസാനിപ്പിക്കാനുള്ളതല്ല, മറിച്ച് പരിശുദ്ധാത്മാവിന് വേണ്ടി എപ്പോഴും എപ്പോഴും സമയം കിട്ടുമ്പോഴൊക്കെ നമ്മൾ പരിശുദ്ധാത്മാവിന് വേണ്ടി ശക്തമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ അതാണ് ഒന്നാമത്തെ കാര്യം. ഒന്നാമത്തെ കാര്യം എന്താണ്? പറ. ചോദിച്ചുകൊണ്ടിരിക്കണം. രണ്ടാമത്തെ കാര്യം, യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37-ാം തിരുവചനം. വളരെ പരിചയമുള്ള ഒരു ദൈവവചനമാണ്. യോഹന്നാൻ 7, സെന്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 7 വേഴ്സ് 37. 7:37, 7-ാം അധ്യായം 37-ാം തിരുവചനം വായിക്കാവോ? തിരുനാളിന്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. അപ്പൊ ഈശോ തിരുനാളിന്റെ അവസാനത്തെ മഹാദിനത്തിൽ ഈശോ എങ്ങനെ പറഞ്ഞു എന്ന് എഴുതിയിരിക്കുന്നത്? ഈശോ തിരുനാളിന്റെ മഹാദിനത്തിൽ ജനമില്ല ഇങ്ങനെ തിങ്ങിക്കൂടിയിരിക്കുമ്പോൾ ഈശോ പോയി ഒരു മൂലയിലിരുന്ന് അടക്കം പറഞ്ഞു എന്നാണോ? ആണോ? അല്ല. മറിച്ച് ഈശോ എങ്ങനെയാ പറഞ്ഞേ? അവിടെയുള്ള ജനം കേൾക്കണം, നിർബന്ധമാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു? ഇത്രയും ജനം കേൾക്കാൻ വേണ്ടി വചനം പറയുന്ന അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്നു. ഈശോ എഴുന്നേറ്റ് ജനത്തെ മുഴുവൻ കാണത്തക്ക തരത്തിൽ എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് അടുത്ത വചനം എന്താ? ശബ്ദമുയർത്തി പറഞ്ഞു. എങ്ങനെ പറഞ്ഞു? നിങ്ങളൊന്ന് ശബ്ദമുയർത്തി പറഞ്ഞ്. ശബ്ദമുയർത്തി പറഞ്ഞു. അതായത് ശബ്ദമുയർത്തി പറഞ്ഞു. എന്തിനു വേണ്ടിയിട്ടാ? എല്ലാവരും കേൾക്കണം എന്ന് ഈശോയ്ക്ക് നിർബന്ധമാണ്. ഇരുന്നുറങ്ങുന്നവരും കേൾക്കണം, കിടന്നുറങ്ങുന്നവരും കേൾക്കണം, മറ്റു കാര്യങ്ങൾ ചെയ്യുന്നവരും കേൾക്കണം എന്ന് ഈശോയ്ക്ക് നിർബന്ധമാണ്. അപ്പൊ അതുകൊണ്ട് ഈശോ എന്ത് ചെയ്തു? ശബ്ദമുയർത്തി പറഞ്ഞു. ശബ്ദമുയർത്തി പറഞ്ഞു. എന്താ പറഞ്ഞേ? എന്താ പറഞ്ഞേ? എന്താ പറഞ്ഞേ? ദാഹിക്കുന്നവർ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ദാഹം ഉണ്ടോ? ഉണ്ടോന്ന് കേരളം മുഴുവൻ വറ്റി വരണ്ടുകൊണ്ടിരിക്കുന്ന അച്ചോ, ദാഹം മാത്രമേ ഉള്ളൂ അല്ലേ? ദാഹം മാത്രമേ ഉള്ളൂ, ദാഹം മാത്രമേ ഉള്ളൂ. ഒരു മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ദാഹം. ഈശോ പറയാണ്, നിനക്ക് ദാഹമുണ്ടോ? നീ എൻ്റെ അടുക്കൽ വാ, നീ എന്നിൽ നിന്ന് കുടിക്കൂ. എന്തിനെ കുറിച്ചാ ഈശോ പറയുന്നത്? ജീവജലം, ലിവിംഗ് വാട്ടർ, ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ്, ജീവജലം, പരിശുദ്ധാത്മാവ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈശോ എന്താ പറഞ്ഞത്? നിനക്ക് ദാഹമുണ്ടെങ്കിൽ നീ എൻ്റെ അടുക്കൽ വന്ന് കുടിച്ചാൽ പിന്നെ നിനക്ക് പറ, പിന്നെ നിനക്ക് ദാഹിക്കുകയില്ലെന്ന്. എന്ന് പറഞ്ഞ എന്താ അർത്ഥം? പിന്നെ നിന്റെ ഉള്ളിൽ നിന്നും ഈ ജീവജലം ഒഴുകാൻ തുടങ്ങും മറ്റുള്ളവർക്ക്. ഇത്രയും നേരം നമ്മൾ ഇങ്ങനെ എവിടെ വെള്ളം കിട്ടുമെന്ന് നോക്കി നടക്കുവാണ്. അപ്പൊ ഈശോ പറയാണ്, നീ എൻ്റെ അടുക്കൽ വാ. എൻ്റെ അടുക്കൽ വന്നാൽ എന്താ ഗുണം? ജീവജലത്തിന്റെ ഭാഗമാകും. അത് നിന്നിലേക്ക് ഒഴുകും. പിന്നെ നിന്നിൽ നിന്ന് ഒഴുകാൻ തുടങ്ങും. നിന്നിൽ നിന്ന് ഒഴുകാൻ തുടങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ തേടി നടക്കുക ദാഹം. എന്തിനുള്ള ദാഹം? പറഞ്ഞ് എന്തിനുള്ള ദാഹം? എന്തോരം ദാഹാണച്ചാ. എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എന്നെ ആർക്കും വേണ്ട, എൻ്റെ വീട്ടിൽ എനിക്കൊരു വിലയുമില്ല, കറിവേപ്പിലയുടെ വില പോലും ഇല്ല അല്ലേ? എന്തിനാണ് എൻ്റെ ജീവിതം? എന്നെ ഒന്ന് സ്നേഹിക്കൂ,
എന്നെ ഒന്ന് ബഹുമാനിക്കൂ, എന്നെ ഒന്ന് പരിഗണിക്കൂ. നമ്മൾ രാവിലെ മുതൽ കയ്യിൽ നീട്ടിപ്പിടിച്ചുകൊണ്ട് നാട്ടുകാരുടെയും വീട്ടുകാരുടെയും പുറകെ നടപ്പാണ്. ഇല്ലേ ചേച്ചിമാരെ, ചേട്ടന്മാരെ? ഭർത്താവ് ഭാര്യയുടെ മുമ്പിൽ നിന്നിട്ട് പറയും എന്നെ സ്നേഹിക്കൂ. ഭർത്താവ് ഭാര്യയോടും ഭാര്യ ഭർത്താവിനോടും മക്കളോടൊക്കെ പറയുന്നു. മനസ്സിലാവണ്ടേ? വിശുദ്ധ ഗ്രന്ഥം പറയുന്നു, നീ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും റോഡരികിലും ഇരുന്നു കൊണ്ട് സ്നേഹത്തിനു വേണ്ടിക്കൊണ്ട് തെണ്ടി നടക്കണ്ട, ഒരു കാര്യവുമില്ല. കാരണം അവർക്കാർക്കും നിന്റെ ദാഹം ശമിപ്പിക്കാൻ പറ്റില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവർക്കാർക്കും നിന്റെ ദാഹം ശമിപ്പിക്കാൻ പറ്റില്ല. ആർക്ക് മാത്രമേ നിന്റെ ദാഹം ശമിപ്പിക്കാൻ പറ്റൂ? ആർക്ക് മാത്രം? ഈശോ പറയാണ് നീ എൻ്റെ അടുക്കൽ വാ. പറഞ്ഞേ, എൻ്റെ അടുക്കൽ വാ. ആഹാ, ഈശോ പറയാണ് നീ എൻ്റെ അടുക്കൽ വാ. എൻ്റെ അടുക്കൽ വന്നാൽ നീ ഇപ്പൊ ചോദിച്ചോണ്ടിരിക്കുന്ന ഒരു ഗ്ലാസ് വെള്ളമല്ലേ, ഞാൻ നിനക്ക് ജീവജലത്തിന്റെ ഉറവ തരാം. നിന്റെ ഉള്ളിൽ നിന്ന് പിന്നെ ഈ ഉറവ പൊട്ടി പുറപ്പെടും. നിന്റെ ഉള്ളിൽ നിന്നും ഈ ഉറവ പൊട്ടി പുറപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭരണങ്ങാനത്ത് നിന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു കന്യാസ്ത്രീയിൽ നിന്നും ഉറവ പൊട്ടിപ്പുറപ്പെട്ടു. ജലം, പരിശുദ്ധാത്മാവ് ഒഴുകി. ആരാ അത്? അൽഫോൻസാമ്മ. ഇപ്പൊ ജനം അങ്ങോട്ട് ഒഴുകുക, ആ ഉറവ കാണാൻ ഓടുക അല്ലേ? ഒല്ലൂരിലുള്ള പ്രിയപ്പെട്ട കന്യാസ്ത്രീ ആരാ? എൗപ്രാസിയാമ്മയുടെ അടുക്കലോട്ട്. പിന്നെ ആഴങ്ങോട്ടാ? നമ്മുടെ ഇപ്പുറത്തോട്ട് മറിയം ത്രേസ്യയുടെ അടുക്കലോട്ട് അല്ലേ? ചാവറ പിതാവിന്റെ അടുക്കലോട്ട്. ഇതൊക്കെ നമ്മുടെ കൺവെട്ടത്തുള്ള വിശുദ്ധര്. നമ്മുടെയൊക്കെ ജീവിക്കുന്ന ചുറ്റുവട്ടത്ത് ഇതുപോലെ ഇഷ്ടംപോലെ വിശുദ്ധരുണ്ട്. ഫാത്തിമയിലോട്ട് ലൂർദിലോട്ടും ആളുകൾ എന്തിനാ പോണേ? പരിശുദ്ധ അമ്മയുടെയൊക്കെ സാന്നിധ്യം, ഉറവ അവിടെ നിന്നൊക്കെ ഇങ്ങനെ പൊട്ടിപ്പുറപ്പെട്ടു. വേളാങ്കണ്ണിക്ക് ഇഷ്ടം പോലെ ആളുകൾ പോകുന്നു, ധ്യാന കേന്ദ്രങ്ങളിലേക്ക് പോകുന്നു, ഉറവ പൊട്ടിപ്പുറപ്പെടുന്നു. ദേ ഈശോ പറയാണ്, നീ ഒത്തിരി ഒന്നും ഓടണ്ട, നിന്റെ ഉള്ളിൽ നിന്നും ജീവജലത്തിന്റെ ഉറവ പൊട്ടിപ്പുറപ്പെടും. നിന്റെ ഉള്ളിൽ നിന്നും ജീവജലത്തിന്റെ ഉറവ പൊട്ടിപ്പുറപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഉള്ളിന്റെ ഉള്ളിൽ ദാഹമുണ്ടോ? ഈശോ പറയുന്നു പരിശുദ്ധാത്മാവിനാൽ അത് നിറയുന്നു. പരിശുദ്ധാത്മാവാകുന്ന ഉറവ, ജീവജലം നിന്റെ ഉള്ളിലേക്ക് ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനെന്താ വേണ്ടെന്നറിയോ? പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള ദാഹം. പറഞ്ഞേ, ഒച്ചത്തി പറയേ. തേഴ്സ്റ്റ് ഫോർ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള ദാഹം. അപ്പൊ ഇവിടെ ഇരിക്കുമ്പോഴത്തേക്ക് ഉണക്കദാഹമല്ല, ജീവനുള്ള ദാഹം. എന്തിനു വേണ്ടി? പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. അതിങ്ങനെ ദാഹിച്ചോണ്ടിരിക്കണം. അപ്പൊ ചിലരിങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കും, പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ എൻ്റെ മകൻ്റെ വിസയുടെ കാര്യം റെഡിയാകുമോ? പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വീട്ടിലെ കാര്യങ്ങൾ എങ്ങനെ റെഡിയാകുമെന്ന്. ആദ്യം നമ്മൾ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം? പരിശുദ്ധാത്മാവ്, പരിശുദ്ധാത്മാവ്, പരിശുദ്ധാത്മാവ്. അതിങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ദാഹം വേണം. വലതും ഇടതും ഇരിക്കുന്നവരോട് പറഞ്ഞു കൊടുത്തേ, പരിശുദ്ധാത്മാവിന് വേണ്ടി ഒരു ദാഹമുണ്ടാവട്ടെ. അടുത്താരും ഇല്ലേ? ഉള്ളവരോട് പറഞ്ഞേ, പരിശുദ്ധാത്മാവിന്റെ അടുത്തുള്ളവരെ നോക്കാൻ പേടിയാണോ? പരിശുദ്ധാത്മാവിന് വേണ്ടി ഒരു ദാഹം ഉണ്ടാവട്ടെ. പ്രൈസ് ദി ലോർഡ്. സ്വർഗ്ഗത്തിൽ പറ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതാണ് രണ്ടാമത്തെ കാര്യം. ഒന്നാമത്തെ കാര്യം എന്തായിരുന്നു? ചോദിച്ചുകൊണ്ടേയിരിക്കണം. രണ്ടാമത്തത് എന്താ? ദാഹം. എന്തിനു വേണ്ടി? പരിശുദ്ധാത്മാവിന് വേണ്ടി. മൂന്നാമത്തെ കാര്യം, നമ്മൾ 1-2 വചനം വായിച്ചാൽ അത് മനസ്സിലാകും. അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 14-ാം തിരുവചനം വായിച്ചേ. ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 1 വേഴ്സ് 14, 14-ാം തിരുവചനം. ഇവർ ഏകമനസ്സോടെ യേശുവിന്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവന്റെ സഹോദരരോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. കണ്ടോ? ഒന്നും കൂടെ ആദ്യത്തെ വചനം ഒന്ന് വായിച്ചേ. ഇവർ ഏകമനസ്സോടെ. എങ്ങനെ? ഏകമനസ്സോടെ. ഒന്നും കൂടെ പറഞ്ഞ എങ്ങനെ?
ഇവർ അവർക്കൊരൊറ്റ മനസ്സേ ഉള്ളൂ. ഏക മനസ്സ് എന്ന് പറഞ്ഞാൽ ഐക്യം, ഐക്യത്തിന്റെ ആത്മാവ് എന്ന് പറഞ്ഞ എന്തിന്റെ ആത്മാവ്? ഐക്യത്തിന്റെ ആത്മാവ്. അവര് തമ്മിൽ ഭിന്നതയില്ല, കലഹമില്ല, ശത്രുതയില്ല, വെറുപ്പില്ല. മനസ്സിലാവണുണ്ടോ? ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ഒത്തിരിയേറെ ഡിവിഷൻസ് ഉണ്ടല്ലോ. രൂപതകൾ തമ്മിൽ, ധ്യാന കേന്ദ്രങ്ങൾ തമ്മിൽ, ധ്യാന ഗുരുക്കൾ തമ്മിൽ, ശുശ്രൂഷകർ തമ്മിൽ, അതും ഇതും ഒന്നും ഇല്ലെന്ന്. അവര് തമ്മിൽ ഐക്യം, ഏക മനസ്സോടെ. ഇത് പ്രധാനപ്പെട്ടതാണ്. പന്തക്കുസ്ത തിരുനാളിന് വേണ്ടി ഒരുങ്ങുമ്പോൾ നിന്റെ ഉള്ളിൽ ആരോടെങ്കിലും വെറുപ്പോ വിരോധമോ അസ്വസ്ഥതയോ ഉണ്ടെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം നന്നായി ക്ഷമിച്ച് കുമ്പസാരിച്ചൊരുങ്ങണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പല വിഷയങ്ങളിൽ വെറുപ്പും തർക്കവും അസ്വസ്ഥതയൊക്കെ ഉണ്ടാവും, ചില സൗന്ദര്യപ്പിണക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. എന്നാൽ ചെയ്യേണ്ട കാര്യം എന്താ? നമ്മൾ ആ വിഷയങ്ങളെല്ലാം സമർപ്പിച്ച് ഐക്യത്തിന്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം. പറഞ്ഞേ, ഐക്യത്തിന്റെ ആത്മാവ്. പറഞ്ഞേ, അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 1-ാം വചനം വായിച്ചേ. ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 2 വേഴ്സ് 1. അപ്പസ്തോല പ്രവർത്തനം 2:1 വായിച്ചേ. പെന്തക്കോസ്താ ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. കണ്ടോ? അവരെല്ലാവരും ഒരുമിച്ച് കൂടി. അവരെല്ലാവരും അവരവരുടെ സ്ഥലത്തിരുന്നല്ല, ഗ്രൂപ്പായിട്ട് തിരിഞ്ഞെന്നല്ല. മലയാളി വേറെ, ബംഗാളി വേറെ, തമിഴൻ വേറെ, അങ്ങനെയല്ല. അവരെല്ലാവരും ഒരുമിച്ച്, ഭാഷാ വ്യത്യാസമില്ലാതെ, വർഗ വ്യത്യാസമില്ലാതെ, അല്ലേ, പണക്കാരനും പാവപ്പെട്ടവനും വ്യത്യാസമില്ലാതെ, പദവികൾ നോക്കാതെ, തൊഴിലാളിയും മുതലാളിയും ഒരുമിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒരുമിച്ച് ഐക്യത്തിന്റെ ആത്മാവ്. വായിച്ചേ, അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 42-ാം വചനം വായിച്ചേ. 42, ചാപ്റ്റർ 2 വേഴ്സ് 42. ആളുകൾ അവരോട് ചേർന്നു. അവർ അപ്പസ്തോലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ സദാ താല്പര്യപൂർവ്വം പങ്കുചേർന്നു. കൂട്ടായ്മ. കണ്ടോ? അവർ ഒറ്റ മനസ്സായിരുന്നു. വീണ്ടും വായിച്ചേ, അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 46-ാം വചനം വായിച്ചേ. 2:46, ചാപ്റ്റർ 2 വേഴ്സ് 46. അവർ ഏക മനസ്സോടെ. കണ്ടോ? അവർ ഏക മനസ്സോടെ. വീണ്ടും 4-ാം അധ്യായം 24-ാം വചനം ഒന്ന് വായിച്ചേ. 4:24, ചാപ്റ്റർ 4 വേഴ്സ് 24. 4-ാം അധ്യായം 24-ാം തിരുവചനം. അത് കേട്ടപ്പോൾ അവർ ഏക മനസ്സോടെ ഉച്ചത്തിൽ ദൈവത്തോട് അപേക്ഷിച്ചു. കണ്ടോ? വചനം എന്താ പറയുന്നത്? അത് കേട്ടപ്പോൾ അവർ ഏക മനസ്സോടെ ഐക്യത്തിന്റെ ആത്മാവ്. വീണ്ടും 4-ാം അധ്യായം 32-ാം തിരുവചനം വായിച്ചേ. 32, ചാപ്റ്റർ 4 വേഴ്സ് 32. വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയവും ഒരാത്മാവുമായിരുന്നു. കണ്ടോ? ഒരു ഹൃദയവും ഒരാത്മാവും, ഒറ്റ മനസ്സ്. വീണ്ടും 5-ാം അധ്യായം 12-ാം തിരുവചനം വായിച്ച്. 5:12. അപ്പസ്തോലന്മാരുടെ കരങ്ങൾ വഴി ജനമധ്യത്തിൽ വളരെ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് അടുത്ത വചനം, അവർ ഏക മനസ്സോടെ. കണ്ടോ? ഏക മനസ്സോടെ. ഇങ്ങോട്ട് നോക്കിക്കേ എന്റെ പ്രിയപ്പെട്ടവരെ, അപ്പസ്തോല പ്രവർത്തന പുസ്തകത്തിൽ ഇങ്ങനെ ആവർത്തിച്ച് എഴുതിയിരിക്കുകയാണ്, ഏക മനസ്സോടെ. പന്തക്കുസ്ത തിരുനാളിന് ഒരുങ്ങുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യം, ആരോടെങ്കിലും വെറുപ്പ്, വിരോധം, വിദ്വേഷം, മത്സരബുദ്ധി, അസ്വസ്ഥതയുണ്ടെങ്കിൽ കർത്താവിന് സമർപ്പിച്ച് ക്ഷമിച്ച് ക്ഷമ ചോദിച്ച് കുമ്പസാരിച്ച് വേണം ഈ ദിവസങ്ങളിൽ ഒരുങ്ങാൻ. ഏക മനസ്സോടെ. വലതും ഇടതും ഇരിക്കുന്നവർ കൈ കൊടുത്തോണ്ട് പറ, ഏക മനസ്സോടെ. ഏക മനസ്സോടെ. പ്രൈസ് ദി ലോർഡ്. പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ പന്തക്കുസ്ത തിരുനാളിന് എങ്ങനെ ഒരുങ്ങണമെന്ന് നമ്മൾ ധ്യാനിക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം എന്താണ്? മറന്നോ? ചോദിച്ചുകൊണ്ടേയിരിക്കുക. രണ്ടാമത്തെ കാര്യം ദാഹം, പരിശുദ്ധാത്മാവിന് വേണ്ടി ഒരു ദാഹം. മൂന്നാമത്തെ കാര്യം
ഏക മനസ്സോടെ. നാലാമത്തെ കാര്യം, അപ്പസ്തോല പ്രവർത്തനം 1:14 നമ്മൾ വായിച്ച വചനം തന്നെയാണ്, എങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ അവിടുന്ന് പഠിക്കുകയാണ്. അപ്പസ്തോല പ്രവർത്തനം 1:14 വായിച്ചേ. ഇവർ ഏക മനസ്സോടെ യേശുവിന്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവന്റെ സഹോദരരോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. എന്തിൽ മുഴുകിയിരുന്നു? പറ. പ്രാർത്ഥനയിൽ. വേറെ ഒരു പണിയും ഇല്ല, ഒറ്റപ്പണി. എന്തു പണി? പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. ഏകാഗ്രത. ഈ ദിവസങ്ങളിൽ ഒരൊറ്റ കാര്യം മനസ്സിലങ്ങ് ചിന്തിച്ചോണം, പ്രാർത്ഥിച്ചോണം, ആഗ്രഹിച്ചോണം. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. ഈ വിഷയത്തിനു വേണ്ടി നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ പള്ളിയിൽ പോകുന്നതും പ്രാർത്ഥിക്കുന്നതും നമ്മുടെ കുടുംബങ്ങളിലെ പ്രാർത്ഥനയിലൊക്കെ ഏകാഗ്രതയും അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ ശ്രദ്ധ മറ്റു കാര്യങ്ങളിലേക്ക് നഷ്ടപ്പെട്ടു പോകരുത്. മറ്റു കാര്യങ്ങളിലേക്ക് നഷ്ടപ്പെട്ടു പോകരുത്. ഇപ്പൊ ഉദാഹരണത്തിന്, എന്തിനാണ് പള്ളിയിൽ പോകുന്നത്? എന്തിനാ പള്ളിയിൽ പോകുന്നേ? പറഞ്ഞേ, എന്തിനാ പള്ളിയിൽ പോണേ? കേട്ടില്ല. എന്തിനാ പള്ളിയിൽ പോണേ? ആ പള്ളിയിലെ കാര്യങ്ങളൊക്കെ നോക്കി നടത്താനാണോ? ആണോ? കഴിഞ്ഞ നാളുകളിൽ ഞാനൊരു ഇടവകയിൽ ഒരു പ്രതിസന്ധിയിൽ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുത്തെ വികാരിച്ചൻ പറഞ്ഞിട്ട് ഒരു ചേട്ടനെ പോയി കണ്ട. ആ ഇടവകയിൽ ഒരു പ്രധാനപ്പെട്ട ആളാണ്. അപ്പൊ അദ്ദേഹം ഇപ്പൊ പള്ളി വരുന്നില്ല. അപ്പൊ വികാരിച്ചന് വലിയ സങ്കടം. അച്ഛൻ പറഞ്ഞിട്ട് ഞാൻ ഇദ്ദേഹത്തോട് സംസാരിക്കാൻ ചെന്നപ്പോ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരാളാണ്, ആ ഇടവകയിലെ പ്രധാനപ്പെട്ട സാമ്പത്തികമായിട്ടൊക്കെ അത്യാവശ്യം ശേഷിയുള്ള ആളാണ്. ഇയാൾ എന്നോട് പറഞ്ഞു, അച്ഛാ, കഴിഞ്ഞ 12 വർഷമായി ഞാൻ എൻ്റെ ഇടവകയിലെ ട്രസ്റ്റിയായിരുന്നു, കൈക്കാരനായിരുന്നു. ഇപ്പോൾ പുതിയ അച്ഛൻ വന്ന് പുതിയ ആളുകളെ തിരഞ്ഞെടുത്തു, എന്നെ തിരഞ്ഞെടുത്തില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പള്ളി പോകുന്നില്ല. അപ്പൊ ഇദ്ദേഹം ഇത്രയും നാളും പള്ളി പോയിരുന്നത് എന്തിനായിരുന്നു? പറയൂ. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പല സംഭവങ്ങളും അറിയാം അല്ലേ? വേറൊരിടവകയില് പാട്ട് സംഘം. അവിടെ അച്ഛൻ വന്നതിന് ശേഷം അദ്ദേഹം ഒരു പാട്ടുകാരനാണ്, അച്ഛനും പാട്ടുകാരനാണ്. അച്ഛൻ പുതിയ ആളുകളെ തിരഞ്ഞെടുത്തു. പഴയ ആളുകൾ പിണങ്ങി, ഒരു സംഘം പള്ളി വരുന്നില്ല. ചർച്ച ഇങ്ങനെ ഇരുത്തിക്കൊണ്ടിരുന്നപ്പോൾ പഴയ സംഘം പറഞ്ഞു, ഞങ്ങൾ വർഷങ്ങളായി ഇവിടെ പാട്ട് പാടുന്നവരാണ്, ഞങ്ങളെ ഇപ്പോൾ പാട്ട് പാടാൻ അനുവദിക്കാത്തത് കൊണ്ട് ഞങ്ങൾ പള്ളിയിൽ വരുന്നില്ല. എന്തിനാണ് നമ്മൾ പള്ളിയിൽ പോകുന്നത്? പറയൂ. ഉറങ്ങുവാണോ ചേട്ടാ? എന്തിനാ പള്ളിയിൽ പോണേ? ചിലര് പള്ളിയിൽ പോകുന്നത് പള്ളിയിലെ കാര്യങ്ങൾ നോക്കി നടത്താൻ അല്ലേ? നല്ല കാര്യം, നല്ല കാര്യം. പക്ഷേ ഓർക്കണം, പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു എന്നാണ് അവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ആരെക്കുറിച്ച്? ആദിമ ക്രൈസ്തവര്. അവര് പരിശുദ്ധ അമ്മയുടെ കൂട്ടായ്മയിൽ അവർ പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. ട്രസ്റ്റി ആകാത്തതിന്റെ പേര് പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോയില്ല, പാട്ട് സംഘത്തിൽ നിന്ന് മാറ്റി നോർത്തി ഇട്ടിട്ട് പോയില്ല. മറിച്ച് എന്ത് ചെയ്തു? അവര് ഏക മനസ്സോടെ പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. ഇത് പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കണം. വലത് ഇടതിരിക്കുന്നവരോട് പറഞ്ഞു കൊടുത്തേ, പ്രാർത്ഥനയിൽ മുഴുകണം. പറ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വേറെ പണിയൊന്നുമല്ലെന്ന്. പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കണം, കൂട്ടായ്മയോട് ചേർന്നിരിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അഞ്ചാമത്തെ കാര്യം. ഒന്നാമത്തെ കാര്യം എന്താണ്? ചോദിച്ചുകൊണ്ടേയിരിക്കണം. രണ്ടാമത്തെ കാര്യം ദാഹം ഉണ്ടാവണം. മൂന്നാമത്തെ കാര്യം ഏക മനസ്സോടെ. നാലാമത്തെ കാര്യം പ്രാർത്ഥനയിൽ മുഴുകണം. വേറെ ഒന്നുമല്ല, പ്രാർത്ഥനയിൽ. അഞ്ചാമത്തെ കാര്യം അപ്പസ്തോല പ്രവർത്തനം 1:4 അപ്പസ്തോല പ്രവർത്തനം 1:4. Acts of the Apostles chapter 1:4 വായിച്ചേ. അവൻ അവരോടൊപ്പം ഭക്ഷണത്തിനിരിക്കുമ്പോൾ കൽപ്പിച്ചു, നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്. എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിന്റെ വാഗ്ദാനം കാത്തിരിക്കണം. ഇതിനു വേണ്ടി കാത്തിരിക്കണം.
10 ദിവസത്തെ പന്തക്കുസ്തായ്ക്ക് വേണ്ടിയുള്ള ഒരുക്ക ശുശ്രൂഷയെ കുറിച്ചൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ ഓർത്തോണം, അതൊരു കാത്തിരിപ്പ് പ്രാർത്ഥനയാണ്, കുത്തിയിരുന്നൊരു പ്രാർത്ഥനയാണ്. അതിനുവേണ്ടി കാത്തിരിക്കണം. ഈശോ പറയാണ്, നീ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നത് വരെ കാത്തിരിക്കണം. പറഞ്ഞേ, കാത്തിരിക്കണം. പറഞ്ഞേ, യു മസ്റ്റ് വെയിറ്റ് ആൻഡ് പ്രേ. അതിനുവേണ്ടി ഇങ്ങനെ കാത്തിരിക്കണം. ഒറ്റ നേരം പ്രാർത്ഥിച്ചു, കിട്ടിയില്ല, കിട്ടി, അതല്ല, മറിച്ച് എന്ത് ചെയ്യണം? നമ്മൾ പരിശുദ്ധാത്മാവിന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കണം. പ്രിയപ്പെട്ടവരെ, ആദിമ ക്രൈസ്തവ സമൂഹം എത്ര പേര്? 120 പേര് പരിശുദ്ധ അമ്മയുടെ നേതൃത്വത്തിൽ 10 ദിവസം ഇങ്ങനെ കാത്തിരുന്ന് പ്രാർത്ഥിച്ചു. അതല്ലേ പന്തക്കുസ്ത. ആ ദിവസങ്ങളിൽ അവർ മറ്റു കാര്യങ്ങൾ വ്യാപരിച്ചില്ല, മറിച്ച് ഒറ്റ കാര്യം, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. അവരിങ്ങനെ കാത്തിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവർക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി, അനുഭവിക്കാൻ പറ്റി. എല്ലാവരും ചാടി എഴുന്നേറ്റ് നിന്നേ. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ചേ. നന്നായിട്ട് ഉയർത്തിപ്പിടിച്ചേ. എസെക്കിയേലിന്റെ പ്രവചന പുസ്തകത്തിൽ നമ്മൾ വായിച്ചത് മറക്കരുത്. മുട്ടോളമല്ല, അരയോളം പോരാ, വലിയൊരു നദി. ആ നദി പരിശുദ്ധാത്മാവാണ്. ഈ പരിശുദ്ധാത്മാവാകുന്ന നദി കടക്കാൻ കർത്താവേ എനിക്ക് കൃപ വേണം. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് പന്തക്കുസ്ത നാളിൽ സംഭവിച്ച അതേ അഭിഷേകം ഈ കൂട്ടായ്മയിൽ സംഭവിക്കട്ടെ. കരങ്ങൾ ഉയർത്തി ചേർന്നൊന്ന് പാടിക്കേ. മുട്ടോളമല്ല കർത്താവേ, അരയോളം പോര കർത്താവേ, വലിയൊരു നദി കർത്താവേ സംഭവിക്കട്ടെ. ആമേൻ. ഓ ദൈവത്തിന്റെ ആത്മാവേ സംഭവിക്കട്ടെ, ഈ കൂട്ടായ്മയിൽ സംഭവിക്കട്ടെ. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. കൈയടിച്ചാലോ? നന്നായിട്ട് കൈയടിച്ചേ, ശക്തിയോടെ. ആമേൻ, ആമേൻ. എല്ലാവരും. അരയോളം പോര, വലിയൊരു ജീവ നദിയൊഴുക. മുട്ടോളം അല്ല, പഠിക്കേ. മുട്ടോളമല്ല അരയോളം പോര, വലിയൊരു ജീവ നദിയൊഴുക. നീന്തിയല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവ ഇന്ന് തുറക്കുനാഥ. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവ ഇന്ന് തുറക്കുനാഥ. 2 കരങ്ങളും ഉയർത്തിപ്പിടിച്ച് നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാമേ. പന്തക്കുസ്ത നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. കരങ്ങൾ ഉയർത്തി എല്ലാവരും ഒച്ചത്തിൽ പരിശുദ്ധാത്മാവേ. ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.